ഹായ് ഹലോ നമസ്കാരം. ഒരു പുതിയ വർഷം വന്നിരിക്കുന്നു 2025. ഒട്ടനവധി പ്രതീക്ഷകളൊക്കെ ആയിട്ട് ആ പ്രതീക്ഷകളെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് കേരള PSC ഒട്ടനവധി വിജ്ഞാപനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതിലേറ്റവും സുപ്രധാനമായിട്ട് നമ്മൾ കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ വിജ്ഞാപനവും വന്നു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ പേപ്പർ 1, പേപ്പർ 2 മെയിൻസിന്റെ 2 പരീക്ഷകളുടെയും സിലബസും നമ്മളെ തേടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ സിലബസ് നിങ്ങൾക്ക് എത്രമാത്രം എളുപ്പമാണ്, എത്രമാത്രം ബുദ്ധിമുട്ടാണ്, ആ ഒരു കൺസേണിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാത്യു സാർ. ഇപ്പോൾ മാത്യു സാറാണ് നമ്മുടെ സിലബസ് ഡീകോഡ് ചെയ്യാൻ നമ്മൾ ഇന്ന് സഹായിക്കാൻ ഇവിടെ ഉള്ളത്. സ്നേഹ, നമ്മൾ ഈ വീഡിയോൻ്റെ പർപ്പസ് ഇത്രയേ ഉള്ളൂ. LSGD പരീക്ഷേൻ്റെ സിലബസ് വന്നു കഴിഞ്ഞപ്പോൾ ആ സിലബസ് ഡീകോഡ് ചെയ്യാൻ പല ആൾക്കാർക്കും ബുദ്ധിമുട്ടായിരുന്നു, അതിൻ്റെ സോഴ്സ് കണ്ടെത്താൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പരീക്ഷ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത എക്സാം എഴുതിയ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം കേരളത്തിൽ വളരെ കുറവായിരുന്നു. ഈ ഒരു ഭയം തന്നെ, അതായത് പൊതുവെ ഡിഗ്രി ലെവൽ പരീക്ഷകളോടും വിദ്യാർത്ഥികൾക്കിടയിൽ ഉദ്യോഗാർത്ഥികളുടെ ആശങ്കയുണ്ട്. അത് LSGD പരീക്ഷ വന്നപ്പോൾ കൂടി. എന്നാൽ അങ്ങനത്തെ ആശങ്കേൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് ശരിക്കും പറഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷനും ഈ സിലബസും കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. 2 പേപ്പറായിട്ടാണ് നടക്കുന്നത്. അതിൽ നമുക്ക് സിലബസ് മൊത്തത്തിലൊന്ന് ഡീകോഡ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവരും കേൾക്കാൻ താല്പര്യം പേപ്പർ 2 ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് പേപ്പർ 2 തന്നെ തുടങ്ങാം. 100 മാർക്കിന്റെ പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് കാണുമ്പോഴായിരിക്കും പൊതുവെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു ടെൻഷൻ ഉണ്ടാകാനായിട്ടുള്ളൊരു ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു ഏരിയ ആണെന്ന് ഒരു പക്ഷേ സംശയം തോന്നിയേക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഞാനിതെല്ലാം വായിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ ഇതിൽ കൂടെ പോവാം. നമുക്ക് ഇതിൻ്റെ PDF നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നെ കിട്ടുതരാം. ഇത് പുതുതായിട്ട് വരുന്നൊരു സംഭവമൊന്നുമല്ല. ഈ BBA MBA പഠിക്കുന്ന ആരും പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം തന്നെ. ഞാൻ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സാധനം പറയാം. ഞാൻ പണ്ട് IIT ഖരഗ്പൂരിൽ നിന്നൊരു 3 മാസത്തെ ഒരു കോഴ്സിന് ട്രൈ ചെയ്തായിരുന്നു. അത് പിന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ആ കോഴ്സിൻ്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ്. അതായത് ഇന്ത്യയിൽ ഇഷ്ടംപോലെ ഈവൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരും പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. സോ നമുക്ക് ഈസിലി സോഴ്സസ് അവൈലബിൾ ആണ്, പഠിക്കാനായിട്ടുള്ള സോഴ്സസ്. ഈവൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പിള്ളേർ വരെയും ഇതിൻ്റെ പല ഭാഗങ്ങളും കവർ ചെയ്ത് പോകുന്നതാണ്. ബേസിക് BBA MBA കുറച്ച്, അതായത് തിയറി പാർട്ടായിരിക്കും. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇത് തിയറി പാർട്ടിൽ മാത്രം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. തിയറി പാർട്ടിൽ മനസ്സിലാക്കുമ്പോൾ ഒരു സാധ്യതയും കൂടി കണ്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. കാരണം ഹൈപ്പോതെറ്റിക്കൽ ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ LSGDക്ക് ചോദിച്ചു പോലെ ആൾക്കാർ എന്തിനാണ് ലേബർ യൂണിയനിൽ ജോയിൻ ചെയ്യുന്നത്, അതേപോലത്തെ ഹൈപ്പോതെറ്റിക്കൽ ചോദ്യങ്ങൾ വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. സോ ആ തിയറി പാർട്ടിൻ്റെ കൺസെപ്റ്റ് നല്ല വൃത്തിക്ക് മനസ്സിലാക്കി വെക്കുക. സോഴ്സസ് അവൈലബിൾ ആണ്, നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. അഡ്മിനിസ്ട്രേഷന് 10 മാർക്കാണ്, മാനേജ്മെന്റിന് 10 മാർക്കാണ്. കൊമേഴ്സുകാരും MBAക്കാരും മാത്രമല്ല പൊളിറ്റി പഠിക്കുന്നവരും ഇംഗ്ലീഷ് പഠിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. മലയാളത്തിന് സോഴ്സസ് കുറവായിരിക്കും, ഇംഗ്ലീഷ് പഠിക്കേണ്ടി വരും. അത് ആകെ ഒരു ചലഞ്ചായിട്ട് പറയാനുള്ളൂ. പിന്നെ നമുക്ക് വളരെ എളുപ്പമുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ലക്ഷ്മികാന്ത് നമ്മുടെ ബൈബിളായിട്ടുണ്ട്. ലക്ഷ്മികാന്ത് മാത്രം പഠിച്ചാൽ ലക്ഷ്മികാന്തിന്റെ വെളിയിൽ ഒന്നും തന്നെ. ഇത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് എന്ന് പറഞ്ഞും. ശരിക്കും ഇത് കുറച്ചും കൂടി ആപ്റ്റ് എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നതായിരിക്കും. കാരണം സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, ഇന്റർ സ്റ്റേറ്റ് റിലേഷൻസ്, പഞ്ചായത്തി രാജും അർബൻ ലോക്കൽ ബോഡീസും മുനിസിപ്പാലിറ്റീസും കൂടി കടന്നു വരുന്ന പൊളിറ്റിക്കൽ ഡീസെൻട്രലൈസേഷൻ നമ്മൾ LSGDയിൽ കണ്ട ആ ഒരു സംഭവം തന്നെയാണ്. ഇത് നോർമൽ നമ്മൾ ഡിഗ്രി പ്രിലിംസിന് നിങ്ങൾ പഠിക്കുന്ന അതാണ്. ഡിഗ്രി പ്രിലിംസിന് പൊളിറ്റി വൃത്തിക്ക് നന്നായിട്ടൊന്ന് പഠിച്ചു, മെയിൻസിന് കൂടി ശരിക്കും പറഞ്ഞാൽ ഇതിന് നിങ്ങൾ വേറൊരു സോഴ്സിനെ ഓർത്ത് വിഷമിക്കുകയും വേണ്ട. നമ്മുടെ ലക്ഷ്മികാന്ത് റെഡിലി അവൈലബിൾ ആണ്. ഓരോ ചാപ്റ്ററും ഇവിടെ പറഞ്ഞിരിക്കുന്ന അതേ ടോപ്പിക്ക് വെച്ചിട്ടാണ് ഓരോ ചാപ്റ്ററും തുടങ്ങുന്നത്. അതിന്റെ വെളിയിൽ പോകാനായിട്ടുള്ള ഒരു സാധ്യത. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ ചോദിക്കുമ്പോൾ സർക്കാരിയ കമ്മീഷൻ പോലുള്ള കമ്മീഷൻസിനെ പറ്റി ചോദിക്കാം. അത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് തൊട്ടുള്ള ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ആവശ്യമാണ്. ആ ഐഡിയ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരള ഇത് ഇക്കോണമിക്കും അത് ആവശ്യമായിട്ടുണ്ട്. സോ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് തൊട്ടുള്ള നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെന്റ്, അത് ഇന്ത്യ ആയിക്കോട്ടെ കേരള ആയിക്കോട്ടെ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലക്ഷ്മികാന്തി മാത്രമല്ല, ഞങ്ങളുടെ ക്ലാസ് നോട്ട്സിൽ ഞങ്ങൾ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതിനകത്ത് കുറെ കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കയറി വരാൻ സാധ്യതയുള്ള സംഭവമാണ് പൊളിറ്റിക്കൽ ഡീസെൻട്രലൈസേഷൻ. ഓക്കെ, ഇത് നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്താലോ? കാരണം ഇതായിരിക്കും ബാക്കി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഇതിലേക്ക് വരാം. പിന്നെ വന്നിരിക്കുന്നത് എൻവയോൺമെൻറ്റ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ശരിക്കും ഇതിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന്
ബേസിക് ഇക്കോളജി പാർട്ട്, ഇപ്പം ലൈക്ക് എന്താ പറയുക, ഇക്കോ സിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി, ഫോറസ്റ്റ്, അക്വാറ്റിക്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ ഇക്കോളജി പാർട്ട് വരും. പിന്നെ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ്റെ ഒരു ആംഗിൾ വരും, പൊല്യൂഷൻ, ലാൻഡ് ഡീഗ്രഡേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ വരും. പിന്നെ കൺസർവേഷൻ എഫേർട്ടുകളും ഓക്കെ, ഇപ്പം എന്താ പറയുക, നമ്മുടെ ബയോസ്ഫിയർ, വൈൽഡ് ലൈഫ് സാങ്ച്വറി, അങ്ങനെ ഈ 3 ആംഗിളിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം 10 മാർക്കിന്റെ ഒരു ഏരിയ വരുന്നത്. വന്നിരിക്കുന്നത് ഇക്കോളജി, പൊല്യൂഷൻ ആൻഡ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ, പിന്നെ നമ്മുടെ കൺസർവേഷൻ, ആ ഒരു ഇക്കോസിസ്റ്റം. ഇതാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. സോഴ്സസിനെ പറ്റി നിങ്ങൾ വറി ചെയ്യുകയേ വേണ്ട. വർഷങ്ങളായിട്ട് UPSCക്ക് റെഗുലറായിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. സോ UPSCയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. സോ നമുക്ക് PSC ടോക്സിൻ്റെ കയ്യിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള എല്ലാ മെക്കാനിസവും ഉണ്ട് എന്നറിഞ്ഞിരിക്കുക. അതിനെ പറ്റിയിട്ട് നിങ്ങൾ വറി ചെയ്യുകയേ വേണ്ട. അതേപോലെ തന്നെ UPSCയിൽ നിന്ന് ഇൻസ്പയർഡ് ആയി വന്നിരിക്കുന്ന ഒരു സംഭവമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. സർ, അതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഷണൽ പാർക്ക്, ഇതൊന്നും കണ്ടിട്ട് പിന്നെയും പേടിക്കണ്ട. കാരണം ഇത് ഓൾറെഡി നമ്മൾ ജോഗ്രഫിയിൽ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിലും കേരള ജോഗ്രഫിയിലും കവർ ചെയ്യുന്നുണ്ട്. സോ പ്രിലിംസിന് ഓൾറെഡി ഇത് പഠിക്കുന്നുണ്ട്, ഫസ്റ്റ് പേപ്പറിന് വേണ്ടി പിന്നെ ഇത് പഠിക്കുന്നുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഗെയിൻ UPSCയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതും ഇത്രയും വലിയ സിലബസ് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും UPSCക്ക് പോലും ഒരു 3 മണിക്കൂറിൻ്റെ 3 ക്ലാസ്സിൽ തീർക്കാവുന്ന സംഭവമേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉള്ളൂ. അപ്പം പേരുകളൊന്നും കണ്ട് പേടിക്കേണ്ട. 3 മണിക്കൂർ 9 മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിൽ ഈ സാധനം തീർക്കാം. അത്രയും സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഗവേണൻസ് ആണ്. 10 മാർക്കിൻ്റെ അത് 2021 തൊട്ട് PSC ചോദിക്കുന്നതാണ്. മെയിൻലി 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഗവേണൻസിൻ്റെ പ്രിൻസിപ്പിൾസ്, ഗവേണൻസിൻ്റെ സിസ്റ്റംസ്, കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ്. പിന്നെ ഇത്തവണ ഒരു പ്രത്യേകത ഉണ്ട്. എനിക്കൊന്ന് ഇൻഫർമേഷൻ സെക്യൂരിറ്റി അല്ലെ IT ആക്ട് കൂടി കയറി വന്നിട്ടുണ്ട്. സോ എഗെയിൻ റിസോഴ്സസിൻ്റെയും അല്ലെ ഫാക്കൽറ്റീസിൻ്റെയും ഒന്നും ഒരു അവൈലബിലിറ്റി നമുക്ക് ഇവിടെ ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല. ഇവിടെ പിന്നെ IT ആക്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ജസ്റ്റ് സാധാരണ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ ആ സെഷൻസ് മാത്രം നോക്കരുത്, കുറച്ചും കൂടി ഡെപ്ത് ആയിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം മെയിൻസ് എക്സാം ആണ്. പിന്നെ ഡേറ്റ പ്രൈവസി, ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഒക്കെ ഇപ്പം വളരെ കറന്റ്ലി ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന ടോപ്പിക്കാണ്. അതുകൊണ്ട് കുട്ടുസ്വാമി പോലത്തെ കേസുകൾ, അതനുസരിച്ചുള്ള സൈബർ ക്രൈംസും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് ചലഞ്ചിങ് ആയിട്ടുള്ള ഏരിയ, ഇവിടെ മാത്രമേ നിങ്ങൾക്ക് ശരിക്കും തോന്നുന്നു നമ്മുടെ ഒരു ഇൻപുട്ട് ആവശ്യമായിട്ട് വരുന്നത്, ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ കൺസേൺ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ഇതായിരിക്കും. മാത്രമേ ഉള്ളൂ. ഒന്ന്, ഇത് 30 മാർക്കാണ്. 15 എന്ന് പറഞ്ഞാൽ 30 മാർക്കിന് ചോദിക്കുന്നുണ്ട്. 2, ഇതിന്റെ സിഗ്നിഫിക്കൻസ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഉദ്യോഗം കിട്ടി നിങ്ങൾ പോകുന്നത് സെക്രട്ടേറിയറ്റിലേക്കായിരിക്കും ഭൂരിപക്ഷം ആൾക്കാരും. എല്ലാ ഇമ്പോർട്ടൻറ്റ് സർക്കാർ മന്ത്രിമാരുടെയും ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ഹെഡ് ഓഫീസ് ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്നാണ് നമ്മൾ പോളിസി മേക്ക് ചെയ്യുന്നത്, പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിനെ പറ്റിയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ നോളേജ് ശരിക്കും പറഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, നമ്മുടെ GDP എത്രയാണ്, നമ്മുടെ ടൂറിസത്തിൻ്റെ പൊട്ടൻഷ്യൽ എങ്ങനെയാണ്, നമ്മുടെ ഹെൽത്ത്, അങ്ങനെ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും ഒരു 360 ഡിഗ്രി ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെയാണ് PSC അടിപൊളിയായിട്ട് ഈ 2 സാധനങ്ങൾ ഇട്ടിരിക്കുന്നത്. നിങ്ങളിത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കേരള ഇക്കോണമി ആദ്യമായിട്ടല്ല PSC ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. KS പരീക്ഷയ്ക്ക് മുമ്പ് കേരള ഇക്കോണമി പ്രിലിംസിനും മെയിൻസിനും പഠിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. KSൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് PSC ടോക്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് ഫാക്കൽറ്റീസും റിസോഴ്സസും എല്ലാം ഉണ്ട്. പിന്നെ വരുന്നത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ഉറപ്പായിട്ട് വന്നിരിക്കണം. കാരണം നമ്മുടെ ഒരു പ്രൈഡാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. എന്നാൽ നോർത്ത് ഇന്ത്യൻ ആൾക്കാർക്ക് നമ്മളെ ഭയങ്കര ദേഷ്യവുമാണ്. അവരതിനെ അണ്ടർമൈൻ ചെയ്യുന്ന സംഭവമാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വെളിയിലേക്ക് നിങ്ങൾ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. 2 കാര്യങ്ങളാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഡീസെൻട്രലൈസേഷൻ. പൊളിറ്റിക്കൽ മാത്രമല്ല, ഇക്കണോമിക് ഡീസെൻട്രലൈസേഷൻ. നമ്മൾ വലിയ ഇൻഡസ്ട്രീസിൻ്റെ ആൾക്കാരല്ല, നമ്മൾ കോട്ടേജ് ഇൻഡസ്ട്രീസിൻ്റെ ആൾക്കാരാണ്. ടൂറിസം പോലത്തെ ഒത്തിരി ആൾക്കാരെ ഇൻവോൾവ് ചെയ്യിക്കുന്ന അങ്ങനെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കോട്ടേജ് ഇൻഡസ്ട്രീസിൻ്റെ ആൾക്കാരാണ്. സോ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഡീസെൻട്രലൈസേഷൻ. പൊളിറ്റിക്കൽ ഡീസെൻട്രലൈസേഷൻ നിങ്ങൾ ഓർത്ത് നോക്കേണ്ട കാര്യമുണ്ട്. ശരിക്കും 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻറ്റ് ആക്ടിൽ സ്ത്രീകൾക്ക് സംവരണം കൊടുക്കേണ്ടത് 33% മാത്രമാണ്. പക്ഷെ കേരളം കൊടുത്തിരിക്കുന്നത് 50%. പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഡീസെൻട്രലൈസേഷൻ ആണ് നമ്മുടെ മെയിൻ. ഇത് പിന്നെ നമ്മുടെ ഡീസെൻട്രലൈസേഷൻ പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, താഴെ കുടുംബശ്രീ ഉണ്ട്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിലേക്കും നമ്മളത് പോകുന്നുണ്ട്. 2 എന്ന് പറഞ്ഞാൽ സോഷ്യൽ സെക്ടറിലെ ഇൻവെസ്റ്റ്മെന്റ്. അതിപ്പം എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, പെൻഷൻ ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്. സോ ഈ 2 ആംഗിളിൽ നിങ്ങൾ ഇതാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് മനസ്സിലാക്കുക. സോ അതിനെ ബേസ് ചെയ്ത്
ഒത്തിരി കാര്യങ്ങൾ ഓക്കെ അതിന് പ്രത്യേകതകളുണ്ട്, ഇതൊത്തിരി ചലഞ്ചസ് ഓഫർ ചെയ്യുന്നുണ്ട്, അതൊത്തിരി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ സൊല്യൂഷൻസ് ഇതെല്ലാമാണ് ഇവിടെ നമ്മൾ പഠിക്കണം. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സാധാരണ രീതിയിൽ വുമൻ എംപവർമെന്റ് പ്രോഗ്രാം പഠിക്കുന്ന പോലെ ഫാക്ട്സ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. അതിന് നമ്മൾ കുറച്ചും കൂടി ഡെപ്തിൽ നോക്കേണ്ടിയിരിക്കുന്നു. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിന്റെ ആംഗിളിൽ നമ്മൾ അത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, അങ്ങനെയുള്ള കുറച്ചധികം WHO ചോദ്യങ്ങൾക്ക് അപ്പുറം നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. നോളേജ് ഇക്കോണമി, ബ്രെയിൻ ഗെയിൻ പോലുള്ള കാര്യങ്ങൾ. ഈ നോളേജ് ഇക്കോണമി കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ എംഫസൈസ് ചെയ്യുന്ന കാര്യമാണ്. അത് ഇച്ചിരി കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഫാക്ച്വൽ എന്നതിനേക്കാൾ ഉപരി ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും എക്സ്പെക്ട് ചെയ്യാം. സോ ദിസ് ഈസ് ആക്ച്വലി പേപ്പർ 2. വേറെ എന്തെങ്കിലും സ്നേഹം ആഡ് ചെയ്യാനുണ്ടോ? ഇക്കണോമിക്സ് പഠിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽ പൂർണ്ണമായിട്ടും ഗവൺമെന്റിന്റെ സോഴ്സ് തന്നെയായിരിക്കും. നമ്മുടെ പ്ലാനിംഗ് ബോർഡിന്റെ മെറ്റീരിയൽ ഉണ്ട്. എല്ലാ വർഷവും ബഡ്ജറ്റിനോടൊപ്പം തന്നെ കേരള ഗവൺമെന്റ്, കേരള പ്ലാനിംഗ് ബോർഡ് പബ്ലിഷ് ചെയ്യുന്ന ഈ രണ്ട് ഏരിയയിൽ 2 ഡോക്യുമെന്റ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ഒന്ന് കേരള ബഡ്ജറ്റ് ഡോക്യുമെന്റ്, 2 കേരള പ്ലാനിംഗ് ബോർഡ് ഇറക്കുന്ന ആനുവലി ഇറക്കുന്ന ഇക്കണോമിക് റിവ്യൂ റിപ്പോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടുണ്ട്. ഇത് വലിയ ഡോക്യുമെന്റ്സ് ആണ്. നിങ്ങൾ ആ പണിക്ക് നിൽക്കേണ്ട, നമുക്കത് ചെയ്ത് നിങ്ങൾക്ക് തരാം. പക്ഷേ അതിൻ്റെ ഒരു സാരാംശവും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്നു. നല്ലത്. ആൻഡ് ഫോർ യുവർ ഇൻഫർമേഷൻ, കേന്ദ്രത്തിൽ മാത്രമേ പ്ലാനിംഗ് ഇപ്പോൾ ഇല്ലാത്തേ ഉള്ളൂ. കേരളത്തിൽ പ്ലാനിംഗ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് മെറ്റീരിയൽസ് ഉണ്ട്, സോഴ്സ് ഉണ്ട്. ആ സൈറ്റ് പറ്റുമെങ്കിൽ എല്ലാവരും റെഫർ ചെയ്യുക. പ്ലാനിംഗ് ബോർഡിന്റെ സൈറ്റിൽ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ 100 മാർക്കിന്റെ പേപ്പർ 2. അങ്ങനെയാണെങ്കിൽ പേപ്പർ 1ലേക്ക് ഇനി നമുക്ക് പോകാം അല്ലേ? അപ്പോൾ നമ്മൾ എന്തായാലും പേപ്പർ 2 കണ്ടു. ഇനി നമ്മൾ പേപ്പർ 1 കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള പേപ്പർ 1ലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ 100 മാർക്കാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഓരോ വിഷയത്തിനും എത്ര മാർക്കാണ് PSC നൽകുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഹിസ്റ്ററി 7 മാർക്കാണ്. പ്രിലിംസിന് 5 മാർക്കായിരുന്നു. ഇവിടെ വന്നത്തേക്ക് ഓരോന്നിൻ്റെ മാർക്ക് കൂടി. ജോഗ്രഫി 7 മാർക്കാണ്. അവിടെയും നേരത്തെ 5 ആയിരുന്നു. ഇക്കണോമിക്സിനും 5 ആയിരുന്നു. ഇപ്പോൾ മെയിൻസിലോട്ട് വരുമ്പം 7 മാർക്കാണ്. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 7 മാർക്ക്. ഫിസിക്സ് 7 മാർക്ക്. കെമിസ്ട്രി 7 മാർക്ക്. പ്രിലിംസിൽ ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതും ശ്രദ്ധിക്കണം. ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ കൾച്ചർ 8 മാർക്ക്. ഇവിടെ 2 ആക്കി കണ്ടോ. പണ്ട് സ്പോർട്സും ഇതിന്റെ തന്നെ ഭാഗമായിരുന്നു. സ്പോർട്സിനെ സെപ്പറേറ്റ് ആയിട്ട് അതെ മാറ്റിയിട്ടുണ്ട്. അപ്പം സ്പോർട്സ് 3 മാർക്ക്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 6 മാർക്ക്. സിമ്പിൾ അരിത്തമെറ്റിക് മെന്റൽ എബിലിറ്റി 15 മാർക്കിനാണ്. അത് ശ്രദ്ധിക്കേണ്ട ഏരിയ ആണ്. ഇംഗ്ലീഷിന് 13 മാർക്ക്, മലയാളത്തിന് 13 മാർക്ക്. യൂഷ്വലി എല്ലാ എക്സാമിനും 10 മാർക്കായിരുന്നു, അത് 13 മാർക്കായിട്ട് ഉയർത്തി. ഇവിടെ എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനായിട്ടുണ്ട്. നിങ്ങൾ പ്രിലിംസിന് പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇച്ചിരി ഫോക്കസ് കൂടുതൽ കൊടുത്ത് പഠിക്കുക. ഏതൊക്കെ? പ്രിലിംസ് നിങ്ങളെ ക്ലിയർ ചെയ്യിക്കുന്നത് 4 കാര്യങ്ങളാണ്. ഇംഗ്ലീഷ്, മലയാളം, റീസണിങ്, മാത്സ്. 50 മാർക്കാണ് പ്രിലിംസിന്. ഇവിടെ ഔട്ട് ഓഫ് 200 ഏതാണ്ട് 41 മാർക്ക്, 39 മാർക്ക് അല്ലേ, 15 അല്ല 41 മാർക്ക്. 41 മാർക്ക് ഈ ഔട്ട് ഓഫ് 200 41 മാർക്ക് അതിന് തന്നെ വരും. അതിന് നിങ്ങൾക്കൊരു 35 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഗെയിം മാറും. ഓക്കെ, PSC എത്ര മാറിക്കഴിഞ്ഞാലും ഈ ഏരിയാസിൽ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ സ്ഥിരം PSC ലിസ്റ്റിൽ വരും. അതിൻ്റെ റീസൺ മെയിൻസിൻ്റെ ഒക്കെ കട്ട് ഓഫ് ഒരിക്കലും ഒരു 95-ന് മേലെ പോകത്തില്ല. കാരണം അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ആദ്യമായിട്ട് നടത്തുന്നൊരു എക്സാമാണ് ആൻഡ് ഇതിലെ ടൈമും ഭയങ്കര ക്രൂഷ്യലാണ്. കാരണം ഇങ്ങനത്തെ ടഫ് എക്സാംസിന് UPSC കൊടുക്കുന്ന 2 മണിക്കൂറാണ്. പക്ഷേ കേരള PSC കൊടുക്കുന്ന വെറും 1.5 മണിക്കൂറിലാണ്. സോ 1.5 മണിക്കൂറിൽ ഇങ്ങനത്തെ 100 ടഫായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ട് കട്ട് ഓഫ് ഒരു 95-ന് മേലെയൊക്കെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ നിങ്ങൾ ഡിസൈഡിങ് ഫാക്ടറാണ്. അതെ, പിന്നെ നിങ്ങൾ പഠിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കാൻ നമ്മുടെ സമയം. നമുക്ക് നമ്മുടെ എക്സാം കലണ്ടർ പ്രകാരം ജൂലൈ വരെയാണ് പ്രിലിംസ് നടക്കുക. മെയ് ടു ജൂലൈ. ഒരു ഓഗസ്റ്റ്, ഒക്ടോബർ, നവംബറിലാണ് മെയിൻസ് നടക്കുക. അപ്പൊ നമ്മൾ പ്രിലിംസ് പഠിക്കുമ്പോൾ തന്നെ ഈ വിഷയങ്ങളിൽ ഒരു കമാൻഡ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടെ പൂർണ്ണമായിട്ടും മെയിൻസിന് വേണ്ടി ഉപയോഗിക്കാം. ഇതും പ്രിലിംസിന് പഠിക്കുന്ന ഹിസ്റ്ററി, ജോഗ്രഫി, ഇക്കണോമിക്സ് നിങ്ങൾ പഠിക്കുന്നതാണ്. സോ പ്രിലിംസിനെ മെയിൻസിനെയും കൂടി കണ്ടിട്ട് നിങ്ങൾ പ്രിലിംസിനെ പഠിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അഡ്വൈസ്. അതെ, ഇനി നമുക്ക് ഓരോ വിഷയങ്ങളും നോക്കാം. ഹിസ്റ്ററി സിലബസിൽ ഒരു മാറ്റമില്ല. ഇതിന് മുമ്പുള്ള ഡിഗ്രി മെയിൻ സിലബസിന്റെ സെയിം ഇത് തന്നെയാണ്. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, അങ്ങനെ തന്നെ. ജോഗ്രഫിയിലും ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല.
ഒരു മാറ്റവും ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇക്കോണമിയിൽ എനിക്ക് തോന്നുന്നു GST നമുക്ക് GST കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ അഗ്രികൾച്ചർ മിനറൽസ് ഒക്കെ തന്നെ എടുത്തു ചോദിക്കുന്നുണ്ട്. ഇത് ജോഗ്രഫിയിൽ വരുന്നതാണെങ്കിലും ജോഗ്രഫിയിൽ വരുന്ന ജോഗ്രഫിയിൽ വരുന്ന സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. പക്ഷെ PSC ഇത് ഇത്തവണ ഇക്കണോമിക്സിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു ഇക്കണോമിക് പെർസ്പെക്റ്റീവിൽ വേണം ഇതിനെ കാണുവാൻ എന്നുള്ള കാര്യം ഓർക്കുക. ഓരോ സംസ്ഥാനങ്ങളും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രോപ്സ്, മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ തുടങ്ങിയ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റുകൾ, മൈനുകള്, ഇൻഡസ്ട്രിയൽ ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കണം. കാര്യങ്ങളൊക്കെ ഇക്കണോമിക്സിൽ ഇത്തവണ കടന്നു വന്നിരിക്കുന്നതാണ്. ലൈഫ് സയൻസിൽ ഒരു മാറ്റവും ഇല്ല. ഫിസിക്സിലും സിലബസിലും ഒരു മാറ്റവും ഇല്ല. കെമിസ്ട്രിയിലും ഒരു മാറ്റവും ഇല്ല. പിന്നെയുള്ളത് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, അതിലും വിഷയങ്ങളെല്ലാം തന്നെ ഒന്ന് തന്നെയാണ്. അതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ സ്പോർട്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാക്കി PSC തന്നു. സ്പോർട്സിന് നല്ലൊരു സിലബസ് ഇട്ട് വന്നു. സോ ഇതിൽ മാക്സിമം ഒന്ന് ഫോക്കസ് ചെയ്യുക. പിന്നെ സിലബസ് അത്യാവശ്യം വാസ്റ്റ് ആയിരിക്കാം ഒരു പക്ഷേ. കാരണം ഒളിമ്പിക്സ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാ കൊല്ലത്തെയും ഒളിമ്പിക്സ് ഉണ്ട്, ഗെയിംസ് എന്ന് പറയുമ്പോൾ എല്ലാ കൊല്ലത്തെയും ഒളിമ്പിക്സും വിന്റർ ഒളിമ്പിക്സും പാരാഒളിമ്പിക്സും എന്തായാലും നോക്കണം. ഇതിലാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. സ്പോർട്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഒളിമ്പിക്സിൽ നിന്നാണ്. സോ അത് മസ്റ്റ് ആയിട്ട് നോക്കണം. പിന്നെ ഒരു ഒളിമ്പിക്സ് കഴിഞ്ഞ വർഷമാണ് 2024. അപ്പൊ പിന്നെ അതിനെപ്പറ്റി ഒന്ന് നോക്കുക. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഈ 3 ഒളിമ്പിക്സ് മാത്രം നോക്കിയാൽ മതിയോ? ഇത്രയേ ഉള്ളൂ. പിന്നെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാലും ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പ്രിലിംസിന്റെ അതേ സിലബസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സിലബസിൽ ഒരു മാറ്റമില്ല. ഇക്കണോമിക്സിൽ മാത്രമാണ് എന്തെങ്കിലും ഒരു അല്പം അതിനപ്പുറത്തേക്ക് വേറൊരു മാറ്റമില്ല. സോ ഇതിനപ്പുറത്തേക്ക് ഒരു ഡീകോഡിങ് നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സോ പഠിച്ചു തുടങ്ങുക. LSGD പോലെയല്ല, നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നൊരിതാണ്. ആൻഡ് ഡിഗ്രി ലെവൽ പരീക്ഷേൻ്റെ ഒരു പ്രത്യേകത കൂടി ഞാൻ പറഞ്ഞു തരാം. UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ കൊമ്പൊന്നുമില്ല. ആര് ഈ എക്സാമിനേഷനെ സീരിയസ് ആയിട്ട് കാണുന്നു, ആര് ഈ എക്സാമിനേഷന് കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നു, അവർ ക്ലിയർ ചെയ്യുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് കഴിഞ്ഞ 2-3 വർഷമായിട്ട് മനസ്സിലായത്. സോ അങ്ങനെ ആർക്കും പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജും ഇല്ലാത്തതാണ്. നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ ഇറ്റ്സ് ഈസിലി അച്ചീവബിൾ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ മറ്റൊരു പ്രത്യേകത ഏറ്റവും ഫാസ്റ്റായിട്ട് അഡ്വൈസ് മെമ്മോ പോകുന്ന ഒരു പരീക്ഷയും കൂടിയാണ്. കഴിഞ്ഞ ഇതിൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ 150ഓളം പേർക്ക് അഡ്വൈസ് മെമ്മോ പോയ ഒരു പരീക്ഷയും കൂടിയാണ്. സോ ഇറ്റ്സ് ആക്ച്വലി വെരി ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ മിസ്സാക്കല്, ഭയമെല്ലാം മനസ്സിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറ്റുക. എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം വീഡിയോനൊപ്പം ചേർക്കുന്നു. എന്തെങ്കിലും സ്നേഹം ആഡ് ചെയ്യാനായിട്ടുണ്ടോ? അപ്പം 2025 തുടങ്ങി, നമുക്കിപ്പോൾ തന്നെ അങ്ങ് പഠന പ്രക്രിയയിലോട്ട് കടന്നേക്കാം. 2026 റിസൾട്ട് വരുന്നത്. അത് നമ്മുടെ റിസൾട്ട് ആക്കി മാറ്റിയെടുക്കുവാൻ ഈ ഒരു വർഷം നമുക്ക് അങ്ങോട്ട് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തേക്കാം. പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. 3 കടമ്പകൾ ഈ വർഷം നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ആ റാങ്ക് ലിസ്റ്റിൽ വരികയുള്ളൂ. അപ്പോൾ ബാക്കി എന്തെങ്കിലും ഇൻപുട്സ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. നല്ല വാലിഡ് കമൻസിന് മറുപടി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.